ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഈ ഇരുട്ടത്ത് ഞാനും ഇതിനെ എടുക്കാൻ നടന്നു പോകണമെന്ന് വെച്ചാൽ കേലങ്കെട്ട് സർക്കിളിൻ്റെ അടുത്ത് ഒരു നല്ല അടിപൊളി ബിരിയാണി സ്പോട്ട് ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഇതിനാണ് നമുക്ക് ഈ ഒരു സ്പോട്ട് റെക്കമെൻഡ് ചെയ്തത്, അതും അൺലിമിറ്റഡ് ബിരിയാണി. കേരളക്കാർ വെറുതെക്കോ അൺലിമിറ്റഡ് എന്ന് കേട്ടോ. അപ്പോൾ നേരെ വണ്ടി എടുത്ത് വിട്ടു ആ ഒരു കടയ്ക്ക്. ഇതാണ് ആ കട. വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് കട, ബൗറാച്ചി. കേലങ്കോട്ട് എത്തുന്നതിൻ്റെ അടുത്ത്, കേലങ്കോട്ട് സർക്കിളിൻ്റെ അടുത്താണ് ഈ ഒരു കട വരുന്നത്. ഇത് നേരെ പോയാണ്ട് കൈയ്യേക്കാൻ പോയിക്കടേ. നമ്മളെ ചെമ്പാണ്, ചെമ്പ് ബിരിയാണി. ഇങ്ങനെ ഒരു ചെമ്പിൽ ഇങ്ങനെ കൊടുന്ന് വെച്ചിട്ട് അതിൽ നിന്ന് ഇങ്ങനെ സെർവ് ചെയ്യാണ് ചെയ്യണത്. അടിപൊളി ബിരിയാണീൻ്റെ റേറ്റും കാര്യങ്ങളും ഇങ്ങനെ 120 150 ബിരിയാണി എത്തിട്ടോ. കൊള്ളാം. അതിൽ നമ്മൾ ചിക്കൻ ഉണ്ടാക്കണം. നമ്മളെ ബിരിയാണി എത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മെയിൻ പ്രക്രിയ പറഞ്ഞാൽ ചിക്കൻ എത്ര ഉണ്ട് നോക്കുകയാണ്. ഒരു ചിക്കൻ കണ്ടു, ഒന്നുള്ളൂ. രണ്ട് ചിക്കന്, 2 ചിക്കൻ ഉണ്ട്. അത്യാവശ്യം നല്ല റൈസും ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട് അല്ലേ? അൺലിമിറ്റഡ് നമുക്ക് തൃപ്തിപ്പെടാം. നമുക്ക് റൈസ് മതി, റൈസാണ് മുഖ്യം. നമുക്ക് അത് ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കാം. സലാഡും കാര്യങ്ങളൊന്നും എത്തിയില്ല. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യുക. കുടിച്ചേക്കാൾ ഒരു ഇതില്ല, അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഡോക്സില്ല കറക്റ്റ് കേരളത്തിലൊരു ആ ഒരു ഫ്ലേവർ ഉണ്ട്, കേരള ഫ്ലേവർ ഉണ്ട്. അല്ലാതെ കുറേ മസാലയും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. നല്ല ഇഷ്ടമായിട്ട് കുഴപ്പമില്ലാത്തൊരു മൃദുവായിട്ട് കയറില്ലേ, അങ്ങനത്തെ ഒരു സംഭവം. അത് ഭയങ്കരമായിട്ട് ഇതൊന്നുമില്ല, മസാലൻ്റെ അതിപ്രശ്നമൊന്നുമില്ല. അടിപൊളി വള്ളാറ്. നമുക്ക് കഴിച്ചിട്ട് പറയാം. ഞാൻ ഇനി കഴിക്കാനുള്ള മൂഡിലാണ്. പായസമൊന്നുമല്ല കേട്ടോ, പായസമാണ് തെറ്റിദ്ധരിക്കണ്ട. ഇത് തൈരാണ്. ഗ്രേവി ജസ്റ്റ് ഒന്നേക്ക് പറഞ്ഞിട്ട് എന്നാൽ മട്ടൻ നോക്കാം. അതും ഇച്ചിരി റേറ്റ് എന്ന് പറയാൻ പറ്റില്ല, വെള്ളം, തൈര് വെള്ളം. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഒരു ചെറിയ ചിക്കൻ്റെ പീസും പിന്നെ ഒരു ലെമണും. ഇതൊക്കെ ഇവിടുന്ന് വന്നിട്ട് പഠിച്ചാട്ടോ. ഗോവയിലെത്തിയിട്ട് ഞാൻ അതിന് അഡിക്റ്റ് ആയതാണ്. ഉള്ളിയും പിന്നെ ലെമണും ജസ്റ്റ് ഒന്ന് വരിക, ജസ്റ്റ് ഒന്ന് ഒരു ചെറിയ ഉരുള ഉണ്ടാക്കുക. കൊള്ളാം, അടിപൊളി, ഒരു രക്ഷയില്ല. തന്നെ നല്ല വൈബുണ്ട്. കൊള്ളാം. ഗോവയിൽ കേലങ്കൂട്ട് ടെമ്പിൾ ഉണ്ട്, ഒരു സർക്കിൾ ഉണ്ട്. അതിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു കട വരുന്നത്. 24 hours ഈ കട. പക്ഷേ ഇവിടുത്തെ ഫുഡ് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ഓവർ സ്പൈസി അങ്ങനത്തെ കാര്യങ്ങളോ സ്പൈസസ് കൂടുതൽ ഇട്ടിട്ടോ അങ്ങനെ വെറുപ്പിക്കണമൊന്നുമില്ല. കാരണം ഒരു മയത്തിലൊരു മീഡിയം സ്പൈസ് കാണാം, ഒരു രക്ഷയില്ലാത്ത നല്ല മിനിമം അത്യാവശ്യം നല്ല റൈസ് ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ലൊരു സംഭവം. 120 പൈസക്ക് വെറുത്താണ് എല്ലാം. ഇതിനെ പൈസക്ക് വെറുത്താണ്. അപ്പം ഇനി കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വരുന്നൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഈ ഒരു കടയിലൊക്കെ വരാം. കാരണം അതൊക്കെ നല്ല, ബാക്കിയുള്ള കടയിലൊക്കെ 200 ആ റേഞ്ചൊക്കെയാണ് ബിരിയാണി കൊടുക്കേണ്ടത്. നല്ല പൈസ, ഫുഡിന് നല്ല പൈസ തന്നെയാണ് ഇവിടെ അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ കടയിലൊക്കെ വരിക, എക്സ്പീരിയൻസ് ചെയ്യുക. പള്ളിന്ന് അറിയും, മനസ്സെന്ന് അറിയും. അങ്ങനത്തെ നല്ല അടിപൊളി കട. ഫസ്റ്റത്തെ കോട്ട നമ്മൾ കഴിഞ്ഞിരുന്നു. അത് ഏതായാലും അൺലിമിറ്റഡ് അല്ലേ, കുറച്ചും കൂടി നമുക്ക് ഓർഡർ ചെയ്യാം. റൈസ് അതെ തോട. നമ്മൾ കേരളക്കാരുടെ സ്വഭാവമേ കുറച്ച് റൈസ് കേട്ടോ. ഇച്ചിരി കൂടി സ്ഥലമുണ്ട്. 120 ഏതായാലും വറുത്താണ് ഫസ്റ്റത്തെ ആ ഇടൽ തന്നെ. നമ്മൾ കുറച്ചും കൂടി ഏതായാലും വന്നല്ല അൺലിമിറ്റഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങോട്ട് കാണിക്കണമല്ലോ, അൺലിമിറ്റഡ് കഴിച്ചാണ്ട്. തോട ബസ് തോട ഇതുകൂടി വിട്ടിട്ട് കഴിച്ചിട്ട് നേരെ റൂമിൽ വേണ്ടി കിടന്നാണ്ട് ഉറങ്ങാം. നമ്മൾ കഴിച്ചിറങ്ങുന്നുണ്ട്. 120 ബിരിയാണിക്ക്. പക്ഷേ അടിപൊളി വെറുത്ത് ബിരിയാണി. 120 നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഫസ്റ്റത്തെ ആ തട്ടിൽ തന്നെ. അൺലിമിറ്റഡ് ആണെന്നില്ല, ഇതിൽ കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന മരത്തിലൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഒരിട്ടും തരും, ഒരു മടിയില്ലാതെ. അപ്പം കേരളക്കാരൊക്കെ ഈ വൈക്ക് വരികയാണെങ്കിൽ ഇവിടെ ടെമ്പിളുണ്ട്, കേലങ്കോട്ട് ടെമ്പിളുണ്ട് സർക്കിൾ. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു കട വരുന്നത്. ആ കടൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ബവാർച്ചി, അതാണ് ഈ ഒരു കടൻ്റെ പേര്. കേലങ്കോട്ട് ടെമ്പിൾ ആ കാണുന്ന കണ്ടോ, ആ കാണുന്ന അതാണ് കേലങ്കോട്ട് ടെമ്പിൾ. അപ്പോൾ എല്ലാവരും വന്നിട്ട് കഴിച്ച് സെറ്റപ്പാക്കി പോവാം.